ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാത്സിൽ ഒരു പുതിയ ടോപ്പിക്കാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അല്ലെങ്കിൽ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ അതിനെ AP എന്ന് പറയും. അപ്പൊ എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? ഇത് നോക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സീക്വൻസും സീരീസും എന്താണെന്നൊന്ന് നോക്കാം. ഇതൊരു സീക്വൻസ് ആണ്. 2, 4, 6, 8 ഇതൊരു സീക്വൻസ് ആണ്. അപ്പൊ ഇതില് ഓരോ ടേമിനും, അതായത് ഓരോ നമ്പേഴ്സിനും എലമെന്റ് അല്ലെങ്കിൽ ടേംസ് എന്ന് പറയും. അപ്പൊ ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, അങ്ങനെയാണ് നമ്മൾ പറയാം. അതെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പഠിച്ചതാണ്. ഒപ്പം തന്നെ ഈ ഫസ്റ്റ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സെക്കൻഡ് ടേമിൽ നിന്ന് തേർഡ് ടേം കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, ഇവിടെയും 2 ആഡ് ചെയ്ത് പോകണം. അപ്പൊ ഈ ഒരു സീക്വൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 2 ആഡ് ചെയ്ത് പോയി. അതൊരു സീക്വൻസ് ആണ്. ഇനി അടുത്തൊരു സീക്വൻസ് നോക്കി, 30, 27, 24. ഈ ഒരു സീക്വൻസിൽ നമ്മൾ 3 സബ്ട്രാക്ട് ചെയ്ത് 3 കുറച്ച് എഴുതി, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു. ഇവിടെയും -3 ആണ്. അപ്പൊ അടുത്തൊരു ടേം കിട്ടാനായിട്ടും ഇവിടെയും -3 ചെയ്താൽ മതി. അപ്പൊ ഇതൊരു സീക്വൻസ് ആണ്. അപ്പൊ എന്താണ് ഒരു സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ certain നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ ഫോളോയിങ് certain റൂൾ, അതാണ് ഒരു സീക്വൻസ്. ഇനി എന്തായിരുന്നു സീരീസ്, അല്ലെങ്കിൽ എന്താണ് സീരീസ്? ഈ ഒരു സെയിം സീക്വൻസ് തന്നെ നമ്മൾ പ്ലസോ ഓർ മൈനസ് സൈൻ ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? സീരീസ് എന്ന് പറയും. അപ്പൊ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് തന്നെയാണ്, പക്ഷെ അതിനകത്ത് ഇടയിൽ നമ്മൾ എന്ത് സൈൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യും? പോസിറ്റീവ് ഓർ നെഗറ്റീവ് നമ്പർ ഇട്ടിട്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് സീരീസ്. അപ്പൊ ഇതിനകത്ത് 2 + 4 + 6 ഇങ്ങനെ പോകും. ഇതിനകത്ത് -2, -4, -6 ഇങ്ങനെ പോകും. അപ്പൊ ഇതാണ് ഒരു സീരീസ്. അപ്പൊ ഈ സീക്വൻസ് ആണെങ്കിലും സീരീസ് ആണെങ്കിലും ഇത് രണ്ടിനെയും നമുക്ക് എന്ത് പറയാം? AP എന്ന് പറയാം. എപ്പോ AP എന്ന് പറയാം? അതായത് നെക്സ്റ്റ് നമ്പർ, അതായത് നെക്സ്റ്റ് ടേം കിട്ടാനായിട്ട് പ്രിസീഡിങ് ടേമിന്റെ കൂടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതൊരു AP ആണ്. ഇത് ഫസ്റ്റ് ടേമിന്റെ കൂടെ നമ്മൾ 4 ആഡ് ചെയ്തു, സെക്കൻഡ് ടേമിന്റെയും കൂടി 4 ആഡ് ചെയ്തു, തേർഡ് ടേമിന്റെയും കൂടി 4 ആഡ് ചെയ്തു, ഇങ്ങനെ പോയി. അപ്പോൾ നെക്സ്റ്റ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രിസീഡിങ് ടേമിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തു? ഒരു 4 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവിടെ അഡീഷൻ ആണ് നടന്നത്. ഇനി ഇതിന് പകരം ഇതേ സെയിം AP നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ 16, 12, 8 ഇങ്ങനെ എഴുതുവാണെങ്കിൽ 16ൽ നിന്ന് നെക്സ്റ്റ് ടേം കിട്ടാൻ എത്ര മൈനസ് ചെയ്തു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തു? 4 സബ്ട്രാക്ട് ചെയ്തു. ഈ 12ൽ നിന്ന് 8 കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് സബ്ട്രാക്ട് ചെയ്തു? 4 സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ ഇത് രണ്ടും എന്താണ്? AP ആണ്. അപ്പൊ AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് ഓർ സീരീസ് ആണ്. നമുക്ക് ഒരു പുതിയ ടേം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീസീഡിങ് ടേമിന്റെ കൂടെ ഒരു പെർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്തിട്ടോ കിട്ടുവാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സീരീസിനെ അല്ലെങ്കിൽ സീക്വൻസിനെ നമുക്ക് എന്ത് പറയാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയാം. APയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു AP നമ്മൾ കൺസിഡർ ചെയ്യാണ്. 2, 4, 6. ഇതില് ഈ ഒരു ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്നാ പറയാ. ആദ്യം എഴുതുന്ന ആദ്യത്തെ ടേം ഫസ്റ്റ് ടേം, അതിനെ നമ്മൾ A എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. A = 2. ഇനി ഇതിന്റെ ഇടയിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, അതായത് ഇതിപ്പോ +2 ആഡ് ചെയ്തിട്ട് എഴുതി പോകുന്ന ഒരു AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് നമ്പർ ആണോ അവിടെ ഡിഫറൻസ്, അതായത് കോമൺ ഡിഫറൻസ് എന്ന് നമ്മൾ പറയും. ഇവിടെ ഒരു കോമൺ ഡിഫറൻസിനെ നമ്മൾ D എന്നായി അതിന്റെ റെപ്രസെന്റേഷൻ. ഈ കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് ചെയ്യുക. ഇവിടുത്തെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 ആണ്. 4 മൈനസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 ആണ് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. അപ്പോൾ ഒരു APക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തരുവാണെങ്കിൽ ആ ഒരു AP നമുക്ക് എഴുതി പോവാം. ഓക്കെ. അപ്പൊ കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി എപ്പോഴും സെക്കൻഡ് ടേമും മൈനസ് ഫസ്റ്റ് ടേമും മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്തും ചെയ്യാം. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേമും ചെയ്താലും നമുക്ക് എന്ത് തന്നെ കിട്ടും? കോമൺ ഡിഫറൻസ് തന്നെ കിട്ടും. അതായത് ഇവിടുത്തെ തേർഡ് ടേം എന്ന് പറയുന്നത് 6 ആണ്. 6 മൈനസ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 ആണ്. അത് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ ഒരു APയിൽ ആദ്യത്തെ ടേമിനെ ഫസ്റ്റ് ടേം എന്ന് പറയും, അതിന് A എന്നാണ് അതിന്റെ റെപ്രസെന്റേഷൻ.
ഇനി ഇടയിൽ എത്ര ആഡ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ എത്ര സബ്ട്രാക്ട് ചെയ്ത് പോകുന്നു അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. ഡി ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യാന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം, അല്ലെങ്കിൽ ഫോർത്ത് ടേം മൈനസ് തേർഡ് ടേം, അങ്ങനെ ചെയ്തു പോവാം നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന സീക്വൻസ് ഒന്ന് നോക്കാം. ഈ ഒരു സീക്വൻസിൽ 4, 6, 8, 10 അവിടെ എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 2 വെച്ചിട്ടാണ് ആഡ് ചെയ്ത് പോകുന്നത്. ഇത് 2 ആണ് ആഡ് ചെയ്ത് പോകുന്നത് ഇവിടെ. ഓക്കെ, അപ്പൊ ഇതിൽ കോമൺ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 6 മൈനസ് 4. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. അപ്പൊ അവിടെ കിട്ടിയ കോമൺ ഡിഫറൻസ് എന്താണ്? ഒരു പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് ആണ്. അപ്പൊ ആ എ പി ഇൻക്രീസിംഗ് ആണ്, അല്ലെങ്കിൽ ആ സീക്വൻസ് എങ്ങനെയാണ് ഇൻക്രീസിംഗ് ആണെന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഇൻക്രീസിംഗ് എ പി ആണ്. ഇനി അടുത്തൊരു സീക്വൻസ് നമ്മൾ നോക്കി, 30, 27, 24. ഇത് കണ്ടാൽ തന്നെ മനസ്സിലായി നമുക്ക് എത്രയാണ് കോമൺ ഡിഫറൻസ്. -3 ഇവിടെ കുറച്ച് പോവാണ്. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -3 ആണ്. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ആ എ പി എന്ന് പറഞ്ഞത് ഇത് ഡിക്രീസിങ് ആണ്, കുറഞ്ഞ വരുന്നത്. ഇനി ഈ ഒരു സീക്വൻസ് നോക്കി, 2, 2, 2. ഇത് കാണുമ്പോൾ തന്നെ നമ്മളെടുത്ത് ചോദിക്കാണ്, ഇത് എ പി ആണോ അല്ലയോ? ഇതൊരു എ പി ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആഡ് ചെയ്ത് പോയാലും ഈ ഒരു ടേമില് ആ ഒരു ടേമിൽ വ്യത്യാസം വരില്ല. അവിടെ നമുക്ക് കിട്ടുന്ന ടേംസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ഗിവൺ സീക്വൻസ് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ അല്ല കോൺസ്റ്റന്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സീക്വൻസ് എന്ന് പറയുന്നത് 4, 8, 12, 16 ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഫസ്റ്റ് ടേമിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഏത് ലെറ്റർ ഉപയോഗിച്ചു? എ ഉപയോഗിച്ചു. ഇനി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് ഇതാണ് സെക്കൻഡ് ടേം 8 മൈനസ് ഫസ്റ്റ് ടേം 4 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. അപ്പൊ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ് 4 കിട്ടി നമുക്ക്. ഈ ഒരു സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതെന്ന് പറഞ്ഞത് ഫസ്റ്റ് ടേം ആണ് എ. ഈ സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് കൂട്ടി? കോമൺ ഡിഫറൻസ് കൂട്ടി. അപ്പൊ സെക്കൻഡ് ടേമിന് നമുക്ക് എന്ത് എഴുതാം? എ പ്ലസ് ഡി എന്ന് എഴുതാം. ഇനി ഒരു തേർഡ് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യണം? ട്വൈസ് ഓഫ് ദി കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ഇനി ഈ ഫോർത്ത് ടേം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് പോകണം? 3D ആഡ് ചെയ്ത് പോകണം. അപ്പൊ ഒരു സീക്വൻസ് നമുക്ക് തരുവാണെങ്കിൽ അതിലത്തെ ഫസ്റ്റ് ടേം എ ആണ്, കോമൺ ഡിഫറൻസ് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് കിട്ടി. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അല്ലെങ്കിൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം ആണ്. അപ്പോൾ ഒരു എ പി, ഈ ഒരു ഗിവൺ എ പിയിൽ 4, 8, 12, 16 എന്ന് പറഞ്ഞ ഈ ഒരു എ പിയിൽ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 4. സെക്കൻഡ് ടേമിനെ നമ്മൾ സെക്കൻഡ് ടേം T2 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഇത് വായിക്കുക എങ്ങനെയാ? സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 8 ആണ് അവിടെ. സെക്കൻഡ് ടേം 8 ആണ് നമുക്ക്. ഈ 8 എങ്ങനെയാ കിട്ടിയത് നമുക്ക്? ഈ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡിഫറൻസ് ആഡ് ചെയ്താ നമുക്ക് കിട്ടി. ഇനി അടുത്തതാണ് തേർഡ് ടേം. തേർഡ് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേമിന്റെ കൂടെ എത്ര ഡിഫറൻസ് ആഡ് ചെയ്തു? ട്വൈസ് ഓഫ് ദി ഡിഫറൻസ് ആഡ് ചെയ്തു. 3D. തേർഡ് ടേം ഇസ് ഈക്വൽ ടു T3 ഇസ് ഈക്വൽ ടു എ പ്ലസ് 2D എന്ന് നമുക്ക് എഴുതാം. ഫോർത്ത് ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 3D എന്ന് എഴുതാം. അപ്പൊ 10th ടേമിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 10th ടേം നമുക്ക് എങ്ങനെ എഴുതാം? 10th ടേം ഇസ് ഈക്വൽ ടു എ പ്ലസ് 9D എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതായത് നമ്മളൊരു ടേം എഴുതുമ്പോൾ അവിടെ ഇത് സെക്കൻഡ് ടേം ആണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് ഒരു ഡിഫറൻസേ ഉള്ളൂ. അതായത് കോമൺ ഡിഫറൻസ് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടി. തേർഡ് ടേം കിട്ടണമെങ്കിൽ ഇത് നമ്പർ ഓഫ് ടേം, തേർഡ് ടേം, എത്രാമത്തെ ടേം? തേർഡ് ടേം. അത് കിട്ടണമെങ്കിൽ ട്വൈസ് ഓഫ് ദി ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. ആരുടെ കൂടെ? എയുടെ കൂടെ. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇത് എങ്ങനെ എഴുതാം? nth ടേം ഇസ് ഈക്വൽ ടു എ പ്ലസ് ഇതിനേക്കാളും ഒന്ന് കുറവായിരിക്കും ഡിഫറൻസ്. അത്രയും ഡിഫറൻസ് നമ്മൾ ഇതിനെ കൂടെ ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ എഴുതാം. അതായത് ജനറൽ ആയിട്ട് നമുക്ക് എഴുതുമ്പോൾ Tn ഇസ് ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം.
അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഫോർമാറ്റ് ഫോർ റൈറ്റിംഗ് ആൻ എ പി. അതായത് ഒരു എ പി എഴുതാനായിട്ടുള്ള ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാം? ടി എൻ, nth ടേം ആണെങ്കിൽ ടി എൻ എഴുതി, ഇനി 8th ടേം ആണെങ്കിൽ ടി 8th എന്ന് എഴുതി, അങ്ങനെ എഴുതാം. അപ്പോൾ ടി എൻ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ടി എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നാണ്. ഒരു എ പിനെ ജനറൽ ആയിട്ട് നമുക്ക് അപ്പൊ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് ഡി, തേർഡ് ടേം എ പ്ലസ് ടു ഡി, ഫോർത്ത് ടേം എ പ്ലസ് ത്രീ ഡി, ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ പറയാണ് ഈ ഒരു എ പിയിൽ n നമ്പർ ഓഫ് ടേംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ nth ടേം എങ്ങനെ എഴുതും നമ്മൾ? ഇവിടെ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? n നമ്പർ ഓഫ് ടേംസ്, n നമ്പർ ഓഫ് ടേംസ്, n. അപ്പോ nth ടേം ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇപ്പൊ ഇത് ലാസ്റ്റ് ടേം ആണ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി എന്ന് പകരം നമുക്ക് ഇതിനെ ലാസ്റ്റ് ടേം എന്നും എഴുതാം. എൽ എന്നും നമുക്ക് ഇതിനകത്ത് എഴുതി ഈ ഒരു ഇക്വേഷൻ, സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിട്ട് എഴുതാം. ഓക്കെ, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 24th ടേം ഓഫ് ദി സീക്വൻസ്. അപ്പൊ നമുക്ക് സീക്വൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 12, 10, 8, 6. ഇതിലത്തെ 24th ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ തന്നിരിക്കുന്ന സീക്വൻസിൽ ആദ്യം തന്നെ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 12. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 10 മൈനസ് ഫസ്റ്റ് ടേം 12 ആണ്. 10 മൈനസ് 12 എന്ന് പറയുമ്പോൾ -2 ആണ് കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് എത്രാമത്തെ ടേം ആണ് കണ്ടുപിടിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 24th ടേം. അപ്പൊ T24 ഇസ് ഈക്വൽ ടു എങ്ങനെയാ നമ്മൾ എഴുതാറ്? എ പ്ലസ് n മൈനസ് വൺ ഇൻറ്റു ഡി ഇസ് ഈക്വൽ ടു എ പ്ലസ് എന്നിന് പകരം 24 മൈനസ് വൺ ഇൻറ്റു ഡി. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 23 ഡി എന്ന് എഴുതാം. എയും ഡിയും നമുക്ക് ഓൾറെഡി ഈ സീക്വൻസിൽ നിന്ന് കിട്ടി. അപ്പൊ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്ക് പകരം നമുക്ക് 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് 23 ഇൻറ്റു ഡിക്ക് പകരം -2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 12 പ്ലസും മൈനസും മൈനസ് 46. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? -34. അപ്പൊ 24th ടേം ആണ് -34. അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.